സീതാലക്ഷ്മിയും കുടുംബവും തയ്യാറാക്കിയ വിഭവങ്ങൾ കാണണ്ടേ? വിളിക്കാം. സീത. ഓക്കെ, സീത. സീതാലക്ഷ്മി ആൻഡ് ഫാമിലി, ചേച്ചിയും കുഞ്ഞമ്മ എല്ലാം കൂടി എന്താ ഇത്, ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലോ. ചോറ് ഉൾപ്പെടെ 13 വിഭവങ്ങൾ അല്ലേ? പായസം. ഇത് ഓണാട്ടുകരക്കാരുടെ സ്പെഷ്യൽ ഐറ്റം, പ്രത്യേകിച്ച് കൊഞ്ചുമാങ്ങ. കണ്ടിട്ട് കൊള്ളാം, ഞങ്ങൾ ടേസ്റ്റ്. എന്തായാലും സീതാലക്ഷ്മിയും കുടുംബവും തയ്യാറാക്കിയ വിഭവങ്ങൾ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞങ്ങളിന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഓണാട്ടുകരയുടെ ഒരു പ്രാദേശിക സദ്യയാണ്. അതിൻ്റെ ഒരു പ്രധാന വിഭവമാണ് കൊഞ്ചും മാങ്ങായും. ഓണാട്ടുകരയുടെ ഉത്സവമായ ചെട്ടികുളങ്ങര കുംഭഭരണിയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ കൊഞ്ചും മാങ്ങ ഉണ്ടാക്കുന്നത്. അത് ഓണാട്ടുകരക്കാർക്ക് ഏതൊരു സദ്യയിലും ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു വിഭവമാണ് കൊഞ്ചും മാങ്ങായും. ആദ്യം നമുക്കിതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കൊഞ്ചും മാങ്ങായും വെക്കാനായിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ: ഉണക്ക കൊഞ്ച്, അതിനോടൊപ്പം തന്നെ മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞത്, അതിൻ്റെ കൂടെ 2 മുരിങ്ങയ്ക്ക, പിന്നെ അരപ്പ് തേങ്ങ അരച്ചത്. ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉള്ളി, ചെറിയ ഉള്ളി. നമുക്ക് കൊഞ്ചും മാങ്ങായും വെക്കാം. കൊഞ്ചും മാങ്ങായ്ക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഉണക്ക കൊഞ്ചാണ്. അത് വറുത്ത് വെച്ചിരിക്കുന്നതാണ്. അത് നമുക്കൊരു മൺചട്ടിക്കകത്താണ് കൊഞ്ചും മാങ്ങായും വെക്കുന്നത്. അതിൽ ഈ കൊഞ്ച് വെന്ത് കഴിയുമ്പോഴത്തേക്കാണ് നമ്മൾ ഇതിനകത്തേക്ക് മാങ്ങ ഇടുന്നത്. കൊഞ്ച് വേവുന്നിടം വരെ നമുക്ക് നോക്കാം. കൊഞ്ച് വെന്ത് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങ ഇടുക. ഇതിൻ്റെ കൂടെ തന്നെ 2 കഷ്ണം തക്കാളിയും 2 പച്ചമുളക് അരിഞ്ഞതും കറിവേപ്പിലയും കൂടെ ഇടുക. കൊഞ്ചും മാങ്ങയും വേവുന്നതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. കൊഞ്ചും മാങ്ങായും കൂടി നല്ലതായിട്ട് വെന്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിടണം. അരപ്പൊരു 3 മിനിറ്റ് തിളച്ച് കഴിയുമ്പോഴത്തേക്കും കൊഞ്ചും മാങ്ങായും റെഡി ആയി കഴിയും. അടുത്തതായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് വെണ്ടയ്ക്ക കിച്ചടിയാണ്. അതിനായിട്ട് വെണ്ടയ്ക്ക ചെറുതായി അരിഞ്ഞെടുക്കുക. ഈ ചെറുതായി അരിഞ്ഞ വെണ്ടയ്ക്ക ആദ്യം മൂപ്പിച്ചെടുക്കണം. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് അതിൽ കടുക് വറക്കുക. കടുക് പൊട്ടിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇതിലേക്ക് മൂപ്പിച്ചെടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക. ഈ വെണ്ടയ്ക്ക മൂപ്പിച്ച് വെച്ചതൊന്ന് തണുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് തൈര് ഒഴിക്കാം. ഉപ്പ് ആവശ്യമാണെങ്കിൽ ഇച്ചിരി ഉപ്പും കൂടെ ചേർക്കാം. അടുത്തതായി വെക്കാൻ പോകുന്നത് പടവലങ്ങ തീയലാണ്. അതിനായി വേണ്ട സാധനങ്ങൾ: പടവലങ്ങ ചെറുതായിട്ട് അരിഞ്ഞത്, ചെറിയ ഉള്ളി അരിഞ്ഞത്, തക്കാളി അരിഞ്ഞത്, പിന്നെ തേങ്ങ വറുത്തരച്ച് വെച്ചിരിക്കുന്നത്. പടവലങ്ങായി ഉള്ളിയും വഴറ്റിയെടുക്കുക. ഇത് വഴണ്ട് കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് തക്കാളി ഇടണം. ഇതിലേക്ക് തക്കാളി ഇടുക. ഇത് വഴന്ന് കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിക്കുക. ഇത് 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം. കഷ്ണം വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് വറുത്തരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അരപ്പിടാം. ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കും. അരപ്പ് തിളച്ച് കഴിയുമ്പോഴത്തേക്കും പടവലങ്ങ തീയൽ റെഡിയായി. അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തതായി വെക്കാൻ പോകുന്നത് വാഴക്കൂമ്പ് തോരനാണ്. അതിനായി
വാഴക്കൂമ്പ് ചെറുതായി അരിഞ്ഞ് വെച്ചേക്കാണ്. അതിൻ്റെ കൂടെ തന്നെ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്ത് മഞ്ഞൾപ്പൊടി, ജീരകം, വെളുത്തുള്ളി, പച്ചമുളക് ഇത് ചേർത്താണ് അരച്ചേക്കുന്നത്. ആദ്യമായി പാൻ ചൂടാകുമ്പോൾ അതിൽ എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായ ശേഷം കടുക് ഇടുക. കറിവേപ്പില ഇടുക. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴക്കൂമ്പ് ഇടുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുക. ഇതൊരു 3 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. കൂമ്പ് വെന്തതിന് ശേഷം ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പിടുക. അരപ്പ് ചൂടായി കഴിയുമ്പോഴത്തേക്കും കൂമ്പ് തോരൻ റെഡിയായി. അടുത്തതായി പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് വഴുതനങ്ങ മസാലയാണ്. അതിനായി വഴുതനങ്ങ വട്ടത്തിൽ മുറിച്ചതിനകത്ത് മസാല തേച്ച് വറുത്തെടുക്കുകയാണ്. ഇതിനകത്ത് തേച്ചിരിക്കുന്ന മസാല മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, ശകലം കായം ഇത് ചേർത്തിട്ട് എണ്ണയിൽ വറുത്തെടുക്കാം. എണ്ണ ചൂടായ ശേഷം ഇത് വറുത്തെടുക്കാം. വഴുതനങ്ങ മൂത്ത് കഴിഞ്ഞാൽ നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം.